നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരതത്തിന്റെ കായിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായൊരു ഘട്ടത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഇത് വെറുമൊരു ക്രിക്കറ്റ് മത്സരമല്ല, 140 കോടി ജനങ്ങളുടെ അഭിമാന പോരാട്ടമാണ് 2026 T20 ലോകകപ്പിന്റെ ഫൈനൽ. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യയും ന്യൂസിലൻഡും ഏറ്റുമുട്ടുമ്പോൾ ആവേശം ആകാശത്തോളമാണ്. എന്നാൽ ഇപ്പോൾ ഈ ഫൈനൽ ആവേശത്തെ ഒരു കൊടുങ്കാറ്റാക്കി മാറ്റിയിരിക്കുന്നത് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വമ്പൻ പ്രഖ്യാപനമാണ്. ലോകം മുഴുവൻ ഞെട്ടിപ്പോയ ആ 100 കോടിയുടെ പാരിതോഷികം. എന്താണിതിനു പിന്നിലെ യാഥാർത്ഥ്യം? അമിത്ഷാ പറഞ്ഞ ആ സീക്രട്ട് എന്താണ്? സൂര്യകുമാറും സഞ്ജുവും ഇതിനോടെങ്ങനെ പ്രതികരിച്ചു? എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. ഇന്ത്യയിൽ ക്രിക്കറ്റ് എന്നത് വെറുമൊരു കളി മാത്രമല്ല സുഹൃത്തുക്കളെ, അത് നമ്മുടെ സിരകളിലോടുന്ന രക്തമാണ്. ഒരു രാജ്യം മുഴുവൻ ഒരൊറ്റ വികാരത്തിലേക്ക് അലിഞ്ഞുചേരുന്ന നിമിഷമാണ് ഇന്ത്യൻ ടീം മൈതാനത്തേക്കിറങ്ങുന്നത്. അവിടെ കളിക്കുന്നത് വെറും 11 പേരല്ല, മറിച്ച് കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥനകളാണ്. ഈ ലോകകപ്പിലുടനീളം നാം കണ്ടത് ഇന്ത്യയുടെ അജയ്യമായ കുതിപ്പാണ്. സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞ ആ വീര്യം ഫൈനലിലും തുടരുമെന്ന് ഓരോ ആരാധകനും ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ ഫൈനലിന് മുന്നോടിയായി സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ചില നെഗറ്റീവ് പ്രചരണങ്ങളാണ് കാര്യങ്ങൾ മാറ്റിമറിച്ചത്. അഹമ്മദാബാദിലെ സ്റ്റേഡിയം ഇന്ത്യയ്ക്ക് അപശകുനമാണെന്നും അവിടെ വലിയ മത്സരങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യ തോൽക്കുന്നുമെന്നും ചിലർ പരിഹസിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചും വിദേശ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലെ ചില ഗ്രൂപ്പുകളും ഇത് ഏറ്റുപിടിച്ചു. എന്നാൽ ഈ പരിഹാസങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ മറുപടി ശരിക്കും ഒരു സിംഹഗർജനം പോലെയായിരുന്നു. കളിയിൽ ജയവും തോൽവിയും സ്വാഭാവികമാണ്, എന്നാൽ അതിന്റെ പേരിൽ ഒരു സ്റ്റേഡിയത്തെ കുറ്റപ്പെടുത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. രാജ്യത്തെയും കായിക പാരമ്പര്യത്തെയും ആക്ഷേപിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടിയായിരുന്നു അത്. ഈ പ്രസംഗത്തിനിടയിലാണ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ആ 100 കോടിയുടെ പാരിതോഷികം പ്രധാനമന്ത്രി നടത്തിയത്. 2026 T20 ലോകകപ്പ് ഇന്ത്യ സ്വന്തമാക്കിയാൽ ടീമിന് 100 കോടി രൂപ പാരിതോഷികമായി നൽകും. ഇതൊരു ചെറിയ തുകയല്ല. കളിക്കാർക്ക് പണത്തോടുള്ള ആർത്തിയുണ്ടാക്കാനല്ല അദ്ദേഹം ഇത് പറഞ്ഞത്, മറിച്ച് രാജ്യം മുഴുവൻ അവർക്ക് പിന്നിലുണ്ടെന്ന ആത്മവിശ്വാസം നൽകാനാണ്. സമ്മർദ്ദങ്ങൾക്കടിപ്പെടാതെ കളിയുടെ ഓരോ നിമിഷവും ആസ്വദിച്ചു വേണം മൈതാനത്ത് പോരാടാനെന്ന് അദ്ദേഹം ഇന്ത്യൻ താരങ്ങളെ ഓർമ്മിപ്പിച്ചു. ഈ 100 കോടി രൂപ 140 കോടി ജനങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾക്ക് നൽകുന്ന സ്നേഹോപഹാരമായിട്ടാണ് ക്രിക്കറ്റ് ലോകം കാണുന്നത്. പ്രധാനമന്ത്രിയുടെ ഈ പ്രഖ്യാപനം ഡ്രസ്സിംഗ് റൂമിലെത്തിയതോടെ അവിടെയുണ്ടായിരുന്ന അന്തരീക്ഷം തന്നെ മാറിമറിഞ്ഞു. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്റെ സഹതാരങ്ങളെ മുഴുവൻ വിളിച്ചുചേർത്ത് നടത്തിയ പ്രസംഗം ഏതൊരു ഇന്ത്യക്കാരനെയും കോരിത്തരിപ്പിക്കുന്നതായിരുന്നു. രാജ്യത്തിന്റെ സ്നേഹമാണ് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പ്രതിഫലം. ഒരു രാജ്യം മുഴുവൻ നമ്മളെ ഉറ്റുനോക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. പക്ഷെ നമ്മൾ അതിജീവിക്കും, നമ്മൾ വിജയിക്കും. സൂര്യയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ സഞ്ജു സാംസണും ഹാർദിക് പാണ്ഡ്യയും ഉൾപ്പെടെയുള്ള ഓരോ താരത്തിന്റെയും മുഖത്ത് വിജയത്തിനായുള്ള അടങ്ങാത്ത ദാഹമായിരുന്നു. ഫൈനൽ ആവേശത്തിന് മാറ്റുകൂട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടരുകയാണ്. മാധ്യമപ്രവർത്തകർ ഫൈനലിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ചെറുചിരിയോടെ അദ്ദേഹം പറഞ്ഞു, സബ് സെറ്റ് ഹേ, ഇന്ത്യ ജയിക്കും. ഈ ഒരൊറ്റ വരി മതിയായിരുന്നു ആരാധകർക്ക് ആവേശം കയറാൻ. അമിത്ഷാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റിസൾട്ട് മാറ്റമില്ല എന്ന രീതിയിലുള്ള മീമുകൾ കൊണ്ട് ഇൻസ്റ്റഗ്രാമും ട്വിറ്ററും നിറഞ്ഞു. BCCI സെക്രട്ടറി ജയ് ഷായും ടീമിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച അഞ്ചത്തങ്ക്. നമ്മൾ ആഘോഷിക്കുമ്പോഴും മറുവശത്ത് നിൽക്കുന്നത് നിസ്സാരക്കാരല്ലെന്ന് നാം ഓർക്കണം. മിച്ചൽ സാന്റ്നർ നയിക്കുന്ന ന്യൂസിലൻഡ് ടീം എക്കാലത്തും ഇന്ത്യയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിട്ടുള്ളത്. അമിത്ഷായുടെയും മോദിയുടെയും പ്രഖ്യാപനങ്ങളോട് വളരെ ശാന്തനായിട്ടാണ് സാന്റ്നർ പ്രതികരിച്ചത്. ക്രിക്കറ്റിൽ മുൻകൂട്ടി ഒന്നും തീരുമാനിക്കാനാവില്ല, മത്സരങ്ങൾ ജയിക്കുന്നത് മൈതാനത്താണ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ന്യൂസിലൻഡിനെ ഒരിക്കലും കുറച്ചു കാണരുത് എന്ന് ജയ് ഷായും ടീമിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ലോകകപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് നമ്മുടെ ബാറ്റിംഗ് നിരയാണ്, പ്രത്യേകിച്ചും സഞ്ജു സാംസൺ. സെമി ഫൈനലിലെ അദ്ദേഹത്തിന്റെ പ്രകടനം ഇംഗ്ലണ്ടിനെ തകർക്കുന്നതിൽ നിർണായകമായിരുന്നു. ഫൈനലിലും സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് ഒരു വെടിക്കെട്ട് ഇന്നിംഗ്സ് നാം പ്രതീക്ഷിക്കുന്നു. സഞ്ജുവും സൂര്യയും ഒരുമിച്ച് തകർത്തടിച്ചാൽ ന്യൂസിലൻഡ് ബൌളർമാർക്ക് രക്ഷയുണ്ടാകില്ല. ഒപ്പം ബുംറയുടെയും അർഷ്ദീപിന്റെയും ബൌളിംഗ് മികവ് കൂടി ചേരുമ്പോൾ ഇന്ത്യയ്ക്ക് കിരീടമുറപ്പാണ്. നഗരങ്ങൾ മുഴുവൻ ഇപ്പോൾ ത്രിവർണ്ണ പതാകകളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. വലിയ LED സ്ക്രീനുകൾ തെരുവുകളിൽ ഉയർന്നുകഴിഞ്ഞു. ഒരു രാജ്യത്തിന്റെ മുഴുവൻ ശ്വാസവും അഹമ്മദാബാദിലെ ആ പച്ചപ്പുൽ മൈതാനത്തേക്കാണിപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 2019 ആ കണ്ണീരിന് മറുപടിയായി ഒരു വലിയ ആഘോഷം നമുക്കവിടെ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളെ, ഒരു യുദ്ധത്തിനുള്ള കാഹളം മുഴങ്ങിക്കഴിഞ്ഞു.
മോദിയുടെ 100 കോടി പ്രഖ്യാപനവും അമിത്ഷായുടെ ആത്മവിശ്വാസവും ഇന്ത്യൻ താരങ്ങൾക്ക് ആവേശം പകരുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. നിങ്ങൾ പറയൂ, 100 കോടിയുടെ ഈ പാരിതോഷികം നമ്മുടെ താരങ്ങൾക്ക് കൂടുതൽ കരുത്തു നൽകുമോ? അമിത്ഷാ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ സെറ്റാണോ? അതോ കിവീസ് നമ്മുടെ മണ്ണിൽ വീണ്ടും വില്ലന്മാരാകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സഞ്ജുവിന്റെയും സൂര്യയുടെയും ഈ പടയോട്ടത്തിൽ നിങ്ങൾ ആർക്കൊപ്പമാണ്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഹോട്ട് ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി സ്പോർട്സ് പിച്ച് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.